Next remark. An infinite set is countable if and only if it is possible to list the elements of the set in a sequence. ഇതാണ് ഒരു ഇൻഫിനിറ്റ് സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ ഇപ്പം ആ സെറ്റിൽ ഇതാണ് എസ് എന്ന് പറയുന്ന ഇൻഫിനിറ്റ് സെറ്റ്, അത് കൗണ്ടബിൾ ആണല്ലോ. അതിലെ എലമെന്റ്സ് എ ബി സി, അതുപോലെ തന്നെ ടേബിള്, ചെയർ ആൻഡ് സോൺ. ഇതിനകത്ത് ഈ സെറ്റിൽ ഇൻഫിനിറ്റ് എലമെന്റ്സ് ഉണ്ടെന്ന് വെക്കുക. ആ എലമെന്റ്സിനെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇൻഫിനിറ്റ് സെറ്റ് കൗണ്ടബിൾ ആകണമെങ്കിൽ സെറ്റ് പോസിറ്റീവിൽ നിന്നും ഒരു 1 2 3 4 ഇതാണ് സെറ്റ് പോസിറ്റീവ്. ഇതിൽ നിന്നും ഇതിലേക്കൊരു എന്തുണ്ടാകണം? ഒരു 1 to 1 കറസ്പോണ്ടൻസ് വേണം. 1 to 1 എ ബി സി. അപ്പോൾ നമ്മൾ എ എന്ത് ചെയ്യും? 1ന്റെ ഇമേജ് ആണ്. ആ എ നമ്മൾ A1 എന്ന് വിളിക്കും. ബി എ 2ന്റെ ഇമേജ് ആണ് A2 എന്ന് വിളിക്കും. സി എ A3 എന്ന് വിളിക്കും. ടേബിളിനെ A4 എന്ന് വിളിക്കും. ആൻഡ് സോൺ. അങ്ങനെയാണെങ്കിൽ ഈ എസിലെ സെറ്റിനെ നമുക്കൊരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. A1 A2 A3 കൗണ്ടബിൾ ആകണമെങ്കിൽ. അപ്പം നമ്മൾ ആ സീക്വൻസിനെ AN എന്ന് എഴുതും. ഇതാണ് A1 A2 A3. A1 ഈക്വൽ ടു F(1), A2 ഈക്വൽ ടു F(2). 2ന്റെ ഇമേജ് ആണ്. അങ്ങനെ നമുക്ക് ഒരു ഇൻഫിനിറ്റ് സെറ്റ് കൗണ്ടബിൾ ആകണമെങ്കിൽ സെറ്റ് പോസിറ്റീവ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റണം. ഒരു സെറ്റ് ഇൻഫിനിറ്റ് സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ ആ ഇൻഫിനിറ്റ് സെറ്റിനെ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പം 1 2 3 അല്ലെങ്കിൽ A1 A2 A3 എന്ന് A1 എന്ന് പറയുന്ന ആ ആയിട്ട് അതിൽ ഒരു എലമെന്റ് എടുക്കുക, അത് 1ന്റെ ഇമേജ് ആയിട്ട് എടുക്കുക, അതിനെ A1 എന്ന് വിളിക്കുക, A2 എന്ന് വിളിക്കുക. അങ്ങനെ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സെറ്റ് കൗണ്ടബിൾ ആയിരിക്കും. അതിൻ്റെ കാർഡിനാലിറ്റി ആലഫ് നള്ളായിരിക്കും. അത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജറുമായിട്ടൊരു 1 1 കറസ്പോണ്ടൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഹിൽബർട്ട് ഗ്രാൻഡ് ഹോട്ടലിനെ പറ്റിയാണ്. ഹിൽബർട്ട് ഗ്രാൻഡ് ഹോട്ടൽ ഇത് we now describe the paradox that shows that something impossible with a finite set may be possible with infinite set. ഫൈനൈറ്റ് സെറ്റിന് പറ്റാത്ത നമുക്ക് ഇൻഫിനിറ്റ് സെറ്റിനെ കൊണ്ട് പറ്റും. The famous mathematician David Hilbert invented the notion of the grand hotel. അതിനാണ് ഹിൽബർട്ട് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഹിൽബർട്ട് ഗ്രാൻഡ് ഹോട്ടലിൻ്റെ പ്രത്യേകത ഇതാണ്. ഹിൽബർട്ട് ഗ്രാൻഡ് ഹോട്ടൽ ഇതിൻ്റെ അകത്ത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റൂംസ് ഉണ്ട്. 1 2 3 4 5. ഇതിനകത്ത് ഇൻഫിനിറ്റ് കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റൂംസ് ഉണ്ട്. ഇത് റൂം കംപ്ലീറ്റ് ഒക്യുപ്പൈഡ് ആണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് റൂമിലും ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഒരു ഗസ്റ്റ് വന്നാൽ, ഫൈനൈറ്റ് സെറ്റിനാണെങ്കിൽ കംപ്ലീറ്റ് റൂം ഒക്യുപ്പൈഡ് ചെയ്യുമ്പോൾ പുതിയൊരു ഗസ്റ്റ് വന്നാൽ റൂം കൊടുക്കാൻ പറ്റൂല. അപ്പം ഇത് ഇൻഫിനിറ്റ് കൗണ്ടബിൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആദ്യത്തെ ഗസ്റ്റിനെ രണ്ടാമത്തെ റൂമിലേക്ക് വിടാം, രണ്ടാമത്തെ ഗസ്റ്റിനെ മൂന്നാമത്തെ റൂമിലേക്ക് വിടാം, മൂന്നാമത്തെ ഗസ്റ്റിനെ നാലാമത്തെ റൂമിലേക്ക്, അങ്ങനെ എല്ലാ റൂമിലേക്കും അടുത്തടുത്ത റൂമിലേക്ക് വിടുക. ആദ്യത്തെ റൂം അപ്പം വേക്കൻ്റ് ആവും. പുതിയ ഗസ്റ്റിനെ നമുക്ക് ആ ഒന്നാമത്തെ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാം. ഇനിയും പുതിയൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ ഇവരെ നമുക്ക് അടുത്ത റൂമിലേക്ക് വിട്ടിട്ട് പുതിയൊരു ഗസ്റ്റിനെ നമുക്ക് ഒന്നാമത്തെ റൂമിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഇതാണ് എപ്പോഴും പുതിയ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് റൂമും ഒക്യുപ്പൈഡ് ആണെങ്കിലും പുതിയ ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഹിൽബർട്ട് ഗ്രാൻഡ് ഹോട്ടലിലാണ് അത് പറ്റുക. ഇത് ഫൈനൈറ്റ് നമ്പർ ഓഫ് റൂംസിലാണെങ്കിൽ ഇത് പറ്റൂല. കൗണ്ടബിൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റൂംസ് ഉള്ള ഹോട്ടലിൽ കംപ്ലീറ്റ് ഒക്യുപ്പൈഡ് ആണെങ്കിലും ഇത് സാധിക്കും. നെക്സ്റ്റ്, ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജർ ഈസ് കൗണ്ടബിൾ. ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് കൗണ്ടബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എടുത്തു. -2 -1 0 1 2 3 4. ഇതാണ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ്. ഇത് കൗണ്ടബിൾ ആണെന്ന് തെളിയിക്കണം. ഇതാണ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1 2 3 4. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഇതിലേക്കൊരു 1 to 1
കറസ്പോണ്ടൻസ് ഉണ്ടെന്നാണ് തെളിയിക്കേണ്ടത്. അത് വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിലെ ഇതാ ഈവൺ ഇൻഡേഴ്സ് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ ബൈ ടു വെൻ എൻ ഈസ് ഈവൺ ആണെങ്കിൽ, ഇരട്ട സംഖ്യയാണെങ്കിൽ എൻ ബൈ ടുവിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ 2നെ 1ലേക്ക് മാപ്പ് ചെയ്യും, 4നെ 2ലേക്ക് മാപ്പ് ചെയ്യും, 6നെ 3ലേക്ക് മാപ്പ് ചെയ്യും, 8നെ 4ലേക്ക് മാപ്പ് ചെയ്യും. ഇനി ഒറ്റ സംഖ്യയാണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് എൻ മൈനസ് 1/2. അപ്പോൾ 1നെ എന്ത് ചെയ്യും? -1 -1/2. അപ്പോൾ എത്രയാ? -0/2, 0യിലേക്ക് മാപ്പ് ചെയ്യും. 3യോ 3 എന്ത് മതിയും? -3 - 1/2. അപ്പം -2/2 ദാറ്റ് ഈസ് ഇക്വൽ ടു -1ലേക്ക് മാപ്പ് ചെയ്യാം. 3നെ -1ലേക്ക് മാപ്പ് ചെയ്യും. ഇനി 5നെയോ? 5നെ നമ്മൾ ഇതുപോലെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 5നെ -3യിലേക്ക് മാപ്പ് ചെയ്യും. 5നെ -2യിലേക്ക്. 7നെയോ -3യിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ എന്താ? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സും സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെഡ്. ഇതിലേക്കൊരു 1-to-1 മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാർഡിനാലിറ്റി ഒന്നാണ്. അതാണ് ഇത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആണ്. ഇത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഇതിന് രണ്ടിനും കാർഡിനാലിറ്റി ഒന്നാണ്. അപ്പോൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് കൗണ്ടബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ ഈസ് കൗണ്ടബിൾ. പോസിറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ എങ്ങനെയാണ്? P/Q എന്ന ഫോമിൽ എഴുതാവുന്നതാണ്. Q നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. പോസിറ്റീവ് പിയും ക്യൂവും പോസിറ്റീവാണ്, ഇൻഡിജേഴ്സാണ്. P/Q, Q നോട്ട് ഈക്വൽ ടു 0, P and Q ആർ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഇപ്പം നമുക്ക് 1നെ പലതരത്തിൽ എഴുതാം. 1 = 1/1 എന്ന് എഴുതാം, 1 = 2/2 എന്ന് എഴുതാം, 1 = 3/3 എന്നൊക്കെ പലതരത്തിലും എഴുതാം. അപ്പോൾ നമ്മൾ ഇത് റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ 1 ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം 1 ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം 1 ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പേഴ്സാണിത്. ഇതെല്ലാം ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട് 1 ഡിനോമിനേറ്ററിൽ വരുന്നത്. അതിനെ നമ്മൾ ആദ്യം S1 ആയിട്ട് എടുക്കുക. 2 ഡിനോമിനേറ്ററിൽ വരുന്നതെല്ലാം ഇത് S2 ആയിട്ട് എടുക്കുക. 3 ഡിനോമിനേറ്ററിൽ വരുന്നതെല്ലാം എടുക്കുക. ഇതിനെ S3 ആയിട്ട് എടുക്കുക. ആൻഡ് സോൺ n ഡിനോമിനേറ്ററിൽ വരുന്നതൊക്കെ 1/, അതിനെ Sn ആയിട്ട് എടുക്കുക. ഇതിനെ നമ്മളൊരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാന്നാണ് പറയേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ലൈനിലുള്ള പ്രത്യേകതയല്ല എന്താ? ഒരു ലൈൻ, ഒരു ഡയഗണൽ നമ്മൾ പറയാം. ഈ ഡയഗണലിലുള്ള പ്രത്യേകത എന്താ? 1 + 4 5, 2 + 3 5, 3 + 2 5, 4 + 1 5. അങ്ങനെ ഒരു ഡയഗണൽ, ഓരോ ഡയഗണലും നമ്മൾ ആദ്യം ഇതിനെ 1/1 എടുക്കുക. ഇതിന് റൗണ്ട് ഇട്ടിട്ടുണ്ട്, ഈ റൗണ്ട് കണ്ടില്ലേ? ഇതിനെ നമ്മൾ വേണമെങ്കിൽ 1ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കാം. ഇതിനെ 1ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കാം. ദെൻ ഇതിനെ 2ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കാം. ഇതിനെ 3യുടെ ഇമേജ് ആയിട്ട് എടുക്കാം. ഇതിനെ 4ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇതെടുക്കണ്ട, ഇത് 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഓൾറെഡി ലിസ്റ്റ് ചെയ്തതാണ്, അത് ഒഴിവാക്കുക. ഇതിനെ 5ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇതിനെ 6ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇതിനെ 7ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇതിനെ 8ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇതിനെ 9ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇത് 10ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. ഇത് 4/2 2 ആണ്, അത് ഓൾറെഡി നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ 2നെ ഇത് ഇവിടെ 3 ആയിട്ട്, അതുകൊണ്ട് അതെടുക്കണ്ട. ഇതും എടുക്കണ്ട, ഈ റൗണ്ട് ഇടാത്തതൊക്കെ ഇതെല്ലാം ഒഴിവാക്കും. ഇത് എടുക്കുക. ഇതെന്താ? 11ൻ്റെ ഇമേജ് ആയിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താഴെ n ഇവിടെ ഇങ്ങനെ ഡയഗണലിൽ ഇങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് റാഷണൽ നമ്പർ ഇതിനെ നമ്മൾ R1 എന്ന് എടുത്തു,
ഇത് R2 എന്നെടുത്തു, ഇത് R3 എന്നെടുത്തു, R4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓൾറെഡി എടുത്ത് R4 ഇത് നമ്മൾ എടുക്കുന്നില്ല, ഇത് R5 ഓൾറെഡി ലിസ്റ്റഡ് ആയതാണ്. അപ്പോൾ നമുക്കൊരു സീക്വൻസ് കിട്ടും. R1, R2, R3, R4, R5 ഇങ്ങനെ സീക്വൻസ് കിട്ടും. അപ്പോൾ ഈ പോസിറ്റീവ് റാഷണൽ നമ്പറെ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ഏതൊരു പോസിറ്റീവ് റാഷണൽ നമ്പറും എന്ത് ഫോമിലായിരിക്കും? ഒരു m എന്ന് പറയുന്ന ഫോമിലായിരിക്കും. അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും വരിക. അപ്പോൾ അവിടെ ഒരു ഡയഗണൽ കിട്ടും. നമുക്ക് അങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ n/m ആ ഡയഗണലിനകത്ത് വരുന്ന റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും. ഓക്കെ.